എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മുടെ അറബിക്കടലുണ്ടല്ലോ, അറബിക്കടലിലും അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടക്കുന്ന സംഭവങ്ങൾ, അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പ്രശ്നങ്ങളല്ല കേട്ടോ, വലിയ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആ ഒരു പ്രാദേശിക തർക്കമൊന്നുമല്ല, മറിച്ച് ലോക സാമ്പത്തിക രംഗത്തെയും സമുദ്ര സുരക്ഷയും അതോടൊപ്പം തന്നെ ഒരു യുദ്ധത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന അമേരിക്ക ഇറാൻ വിഷയത്തെയും ഒക്കെ ആളിക്കത്തിക്കാൻ സാധ്യതയുള്ള, അട്ടിമറിക്കാൻ സാധ്യതയുള്ള വളരെ ഗൗരവമേറിയ വിഷയമാണ്. നിങ്ങൾ ഈ ഒരു സംഭവം അറിഞ്ഞായിരുന്നു? അതായത് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുംബൈ കടൽ തീരത്ത് നിന്ന് ഏകദേശം 100 നോട്ടിക്കൽ മൈൽ അകലെയായിട്ട് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉണ്ടല്ലോ 3 വലിയ എണ്ണക്കപ്പൽ പിടിച്ചെടുക്കുകയാണ്. ഇറാനുമായിട്ട് ബന്ധമുള്ള എണ്ണക്കപ്പൽ എന്നാണ് എല്ലാ മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. ഈ സംഭവം ആഗോളതലത്തിൽ തന്നെ വലിയ പ്രാധാന്യം നേടുകയാണ്. ഈ സംഭവത്തിന് ഏതാനും കുറച്ച് നാൾക്ക് മുമ്പാണ് മറ്റൊരു ആശങ്കാജനകമായിട്ടുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. കൃത്യമായി പറയുവാണെങ്കിൽ കഴിഞ്ഞ ഡിസംബർ പകുതിയോട് കൂടിയിട്ട് MV വാലന്റൈൻ റോർ എന്ന് പറയുന്ന ഒരു കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് 16ഓളം വരുന്ന ഇന്ത്യൻ നാവികരുണ്ടായിരുന്നു, നമ്മളുടെ ഇന്ത്യക്കാരുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് മുന്നിലുള്ള ചോദ്യങ്ങൾ എന്തെന്നാൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ, എന്തിനാണ് ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെ ഈ കപ്പലുകൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധമുള്ള കപ്പലുകൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്? ഇതിൻ്റെ പിന്നിൽ അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടോ എന്നുള്ള കാര്യമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം നോക്കാം. അതോ മറ്റൊരു ആംഗിൾ ഉണ്ട്, ഇന്ത്യ ഇറാനെതിരെ മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങിയാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ വിഷയത്തെ അതിൻ്റെ ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ഇതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ, നയതന്ത്ര പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ നാവികരുടെ അവസ്ഥ എന്താണ്, എല്ലാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കഴിയുന്നവരെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിച്ചേക്കണേ. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ചോദിക്കാറുണ്ട് വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മാർക്കറ്റ് വോൾഫ് എന്നൊരു അമേസിംഗ് ആപ്പ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് സെബിയിൽ രജിസ്റ്റർ ചെയ്തതും ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ആപ്പാണ്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു ഫീച്ചർ ഉണ്ട്. ഇത് മാർക്കറ്റിലെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രെൻഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഞാൻ ഫോളോ ട്രെൻഡിൽ ക്ലിക്ക് ചെയ്തു, ട്രേഡ് പ്ലേസ് ചെയ്തു, അത്രയേ ഉള്ളൂ. എൻ്റെ ട്രേഡ് തുടങ്ങി. വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ തുടങ്ങാം. മറ്റ് ആപ്സിൽ സാധാരണമായിട്ട് ഇതിൻ്റെ 3 ഇരട്ടിയിൽ കൂടുതൽ പണം ആവശ്യമായിട്ട് വരാറുണ്ട്. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നതിന് ഒരു ഇൻബിൽട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചറും ഇതിലുണ്ട്. നിങ്ങളുടെ ട്രേഡ് ഒരു നിശ്ചിത ലോസ് ലെവൽ എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആകും. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ കൂടുതൽ പണം നഷ്ടമാകില്ല. നോക്കൂ, പ്രോഫിറ്റ് ട്രെൻഡിനൊപ്പം മുന്നോട്ട് പോകാറുണ്ട്. ഞാൻ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്യാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് 2065 രൂപ ലാഭം ലഭിച്ചു. ഇവിടെ നിങ്ങൾക്ക് കൊമോഡിറ്റിയും ട്രേഡ് ചെയ്യാം. ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് എന്നിവയെല്ലാം രാവിലെ 9 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് വോൾഫ് സൗജന്യ ട്രേഡ് റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. ഇത് നോക്കൂ, ഫെബ്രുവരിയിലെ ഒറ്റ ദിവസത്തിൽ 15,239 രൂപ, ഡിസംബറിൽ 33,512 രൂപ, കഴിഞ്ഞ വർഷത്തിൽ 5,03,940 രൂപ എന്നിങ്ങനെ ലാഭം ബുക്ക് ചെയ്തു. ഈ പ്രോഫിറ്റിന് മാർക്കറ്റ് വോൾഫ് ഒരു കമ്മീഷനും എടുക്കുന്നുമില്ല. വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കാം. രാവിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെ ട്രേഡ് ചെയ്യാം. ഇതിനോടകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉള്ള ഈ ആപ്പ് വഴി ഒരുപാട് പേര് തങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. മാർക്കറ്റ് വോൾഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം മുംബൈ തീരത്തെ ഓപ്പറേഷനെ പറ്റി സംസാരിക്കാം. അതിൻ്റെ വസ്തുതകൾ പറയാമല്ലോ, കാരണം പല മാധ്യമങ്ങളും വരുന്നത് പലതാണ്. എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫെബ്രുവരി 5-നും 6-നുമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആ നിർണായകമായ നീക്കം നടത്തുന്നത്. മുംബൈ തീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് വെച്ചിട്ട് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ 3 കപ്പലുകൾ അവർ കാണുകയാണ്, അവർ തടയുകയാണ്. ഇത് വെറും ഒരു ആകസ്മികമായിട്ടുള്ള പരിശോധനയൊന്നും ആയിരുന്നില്ല കേട്ടോ, മറിച്ച് കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ സർവൈലൻസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. നമ്മുടെ ഗവൺമെന്റ് പുറത്തുവിട്ട ഔദ്യോഗിക പത്രക്കുറിപ്പ് പ്രകാരം ഇതൊരു അന്താരാഷ്ട്ര എണ്ണക്കടത്ത് റാക്കറ്റിനെ തകർക്കാനുള്ള ഒരു നീക്കമായിരുന്നു. ഈ കപ്പലുകൾ സാധാരണ രീതിയിലല്ലായിരുന്നു കടലിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പ്രയോഗിച്ച ചില തന്ത്രങ്ങളുണ്ട്, അത് വളരെ വിചിത്രമാണ്. ആ തന്ത്രങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് STS ട്രാൻസ്ഫർ ആണ്, അഥവാ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ ആണ്. ഇതെന്തെന്ന് വെച്ചാൽ കടൽ മധ്യത്തിൽ വെച്ച്, അതായത് കടലിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് രഹസ്യമായിട്ട് എണ്ണ മാറ്റുന്ന രീതിയാണ്. ഇത് വലിയ അപകട സാധ്യതയുള്ള ഒന്നാണ്. ഈ എണ്ണയുടെ യഥാർത്ഥ ഉറവിടം ഒളിപ്പിക്കാനും കസ്റ്റംസ് നികുതി വെട്ടിക്കാനുമാണ് ഇത്തരം രീതികൾ ഉപയോഗിക്കാറുള്ളത്. രാത്രികാലങ്ങളിൽ ലൈറ്റുകൾ അണച്ചാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഇവർ നടത്താറുള്ളത്. രണ്ടാമത്തത് ഐഡന്റിറ്റി ചേഞ്ചിങ് ടാക്ടിക്സ് ആണ്. അതായത് ഇവരുടെ ഐഡന്റിറ്റി തന്നെ ഇവർ മാറ്റുകയാണ്. പിടിക്കപ്പെടാതിരിക്കാൻ ഈ കപ്പലുകൾ തങ്ങളുടെ പേരും അടയാളങ്ങളും ഡിജിറ്റൽ സിഗ്നലുകളും ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ സമുദ്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമായിട്ടാണ് ഇന്ത്യ കാണുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നടത്തിയ ഈ നീക്കം സൈനിക നടപടിയല്ല, മറിച്ച് ഒരു ലോ എൻഫോഴ്സ്മെന്റ് അഥവാ ഒരു നിയമ നടപടി മാത്രമാണ്. പിടിച്ചെടുത്ത കപ്പലുകൾ അന്വേഷണത്തിനായിട്ട് മുംബൈയിലേക്ക് കൊണ്ടുവരികയും തുടർ നടപടികൾക്കായിട്ട് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനെ ഒരു യുദ്ധമായി കാണേണ്ടതില്ല, മറിച്ച് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഇന്ത്യയുടെ ഒരു ശ്രമമായിട്ട്, അതായത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ക്രൈം നടന്നു കഴിഞ്ഞാൽ പോലീസോ അല്ലെങ്കിൽ മറ്റ് ലോ എൻഫോഴ്സ്മെന്റ് യൂണിറ്റുകളോ ഇടപെടത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ കോസ്റ്റ് ഗാർഡ് ഇടപെട്ടെന്ന് മാത്രം
മാത്രമേ ഉള്ളൂ. ഇവിടെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള കടല് നമുക്ക് ഇന്ത്യക്ക് സ്വന്തമാണോ, അവിടെ വെച്ച് കപ്പൽ പിടിക്കാൻ നമുക്ക് അധികാരമുണ്ടോ എന്നുള്ളത്. ഇതിന് അന്താരാഷ്ട്ര സമുദ്ര നിയമം അഥവാ UNCLOS കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നുണ്ട്. സമുദ്രത്തെ പ്രധാനമായിട്ട് 3 മേഖലകളാക്കി നമുക്ക് തരംതിരിക്കാം. ഒന്ന് ടെറിട്ടോറിയൽ സീ ആണ്. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശമാണ്. ഇത് രാജ്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാര പരിധിയിലാണ്. 2 കോണ്ടിഗോ സോൺ ആണ്. കരയിൽ നിന്ന് 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള ഒരു കടലിലെ പ്രദേശമാണ്. ഇവിടെ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ്, അതായത് കള്ളക്കടത്ത്, നിയമവിരുദ്ധമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് തടയിടാനും ഒക്കെ ഈ രാജ്യങ്ങൾക്ക് അധികാരമുണ്ടാവും. മൂന്നാമത്തതാണ് എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ അഥവാ EEZ. കരയിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശം ആ ഒരു കടലിലെ പ്രദേശമാണ്. ഇന്ത്യ ഈ കപ്പലുകൾ പിടിച്ചത് 100 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ്. അതായത് ഇന്ത്യയുടെ EEZ-ലാണല്ലേ. ഇവിടെ മറ്റു രാജ്യങ്ങൾക്ക് കപ്പലോടിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്, ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുന്നതോ കള്ളക്കടത്ത് പോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായ കപ്പലുകളെ തടയാനായിട്ട് തീരദേശ രാജ്യത്തിന് നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. അതായത് ഇവിടെ തീരദേശ രാജ്യം നമ്മളാണല്ലേ, ഇന്ത്യ ആണല്ലേ. അപ്പോൾ ഇന്ത്യക്ക് ഇതിന് നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. 1976 ഇന്ത്യൻ സമുദ്ര നിയമം അനുസരിച്ചാണ് കോസ്റ്റ് ഗാർഡ് ഈ നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റി മനസ്സിലാക്കേണ്ടത്. വാർത്തകളിലുടനീളം ഷാഡോ ഫ്ലീറ്റ് എന്നൊരു വാർത്ത കാണാമല്ലേ. അതായത് വാർത്തകളിലൊക്കെ ഈ കപ്പലുകളെ ഇറാൻ ബന്ധമുള്ളവ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ അറിഞ്ഞിരിക്കണം. അത് ഈ കപ്പലുകളുടെ IMO നമ്പറുകളാണ്. ഓരോ കപ്പലിനും ഒരു IMO നമ്പർ സ്ഥിരമായിട്ട് ഒരു വിരലടയാളം പോലെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വിരലടയാളം എന്ന് പറഞ്ഞാൽ യുണീക്ക് അല്ലേ, അത് വേറെ ആർക്കും ലോകത്തില്ലല്ലോ. അതുപോലെ തന്നെ ഓരോ കപ്പലിനും ഓരോ IMO നമ്പർ കൊടുക്കാറുണ്ട്. കപ്പലിന്റെ പേരോ കൊടിയോ നിറമോ മാറ്റിയാലും ഒന്നും തന്നെ ഈ നമ്പർ ഒരിക്കലും മാറില്ല. മുംബൈയിൽ പിടിച്ചെടുക്കപ്പെട്ട കപ്പലുകളുണ്ടല്ലോ, അവയുടെ പേര് സ്റ്റെല്ല, റൂബി, അസ്ഫാൾട്ട് സ്റ്റാർ, അൽ ജാബ്സിയ തുടങ്ങിയ പേരുകളൊക്കെ ആയിരുന്നു. എന്തായാലും ഇവയുടെ IMO നമ്പറുകൾ പരിശോധിച്ചപ്പോൾ അവ നേരത്തെ അമേരിക്കൻ ഉപരോധ പട്ടികയിൽ ഉണ്ടായിരുന്ന കപ്പലുകളാണെന്ന് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കണ്ടെത്തുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങളെ മറികടന്ന് എണ്ണ വിൽക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന കപ്പലുകളെയാണ് നമ്മൾ ഷാഡോ ഫ്ലീറ്റ് അഥവാ നിഴൽ കപ്പലുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഷാഡോ ഫ്ലീറ്റ് കപ്പലുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തത് AIS മാനിപ്പുലേഷൻ ആണ്. കപ്പലുകളുടെ സ്ഥാനം കാണിക്കുന്ന ഡിജിറ്റൽ സിഗ്നലുകൾ അഥവാ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇവരത് മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ അത് ടാമ്പർ ചെയ്ത് നശിപ്പിച്ച് വെക്കുകയാണ്. ഇതിനെ സാങ്കേതികമായിട്ട് ഗോയിങ് ഡാർക്ക് എന്നാണ് വിളിക്കുന്നത്. അതായത് പുറത്തുനിന്നുള്ള ആർക്കും ഇങ്ങനെ ഒരു കപ്പൽ ഓടുന്നുണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ റഡാറിലോ വല്ലതൊക്കെ വന്നാൽ മാത്രമേ ഡിറ്റക്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഗ്ലോബലി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഈ AIS വേണം, അതവർ നശിപ്പിച്ച് വയ്ക്കുകയാണ്. 2 ബ്ലെൻഡിങ് ആണ്. അതായത് ഇറാനിലെ എണ്ണയുണ്ടല്ലോ മറ്റ് രാജ്യങ്ങളിലെ എണ്ണയുമായിട്ട് കലർത്തിയിട്ട് ഇതിൻ്റെ ഉറവിടം മാറ്റുകയാണ്. ഇത് ഇറാനിലെ എണ്ണയല്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. 3 വ്യാജ രേഖകളാണ്. എണ്ണയുടെ ഉത്ഭവം, അതായത് എവിടുന്നാണെന്നുള്ള ആ ഒരു രേഖയുണ്ടല്ലോ, അത് മാറ്റി വ്യാജ പേപ്പർ വർക്കുകൾ ഇവർ ഉണ്ടാക്കുകയാണ്, നിർമ്മിക്കുകയാണ്. ഇതുവഴി ലോക വിപണിയിൽ തടസ്സമില്ലാതെ എണ്ണ എത്തിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുകയാണ്. ഇന്ത്യ ഈ കപ്പലുകൾ പിടിച്ചെടുത്ത വഴി അമേരിക്കയെ സഹായിക്കാനാണോ ചെയ്യുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് 2 രീതിയിൽ കാണാം. ഒന്ന്, നമ്മളുടെ സമുദ്ര അതിർത്തിയിൽ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തടയുക എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ്, നമ്മൾ ഓരോ മനുഷ്യന്റെ ആവശ്യമാണ്, ഓരോ ഇന്ത്യൻ പൗരന്റെ ആവശ്യമാണ്. 2, ഇത്തരം കപ്പലുകൾക്ക് സഹായം നൽകുന്നു. അതായത് നമ്മളുടെ സമുദ്ര അതിർത്തിയിൽ വെച്ച് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് നമ്മൾ അതിനെ കണ്ണടച്ചു കൊടുത്താൽ ആ ഒരു സഹായം നൽകുന്നത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ബാധിക്കാൻ വളരെ സാധ്യതയുണ്ടല്ലേ. മാത്രമല്ല നമ്മളുടെ ബാങ്കിങ് ഇടപാടുകൾ അതിനെ ഒക്കെ തന്നെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇതൊരു റിസ്ക് മാനേജ്മെന്റ് കൂടിയാണ്. ഇനി നമുക്ക് ഈ കപ്പൽ പിടിച്ചെടുക്കലിന്റെ മറ്റൊരു ഗൗരവമായിട്ടുള്ള ഒരു വശത്തേക്ക് വരാം. കഴിഞ്ഞ ഡിസംബർ പകുതി മുതൽ ഇറാൻ തടഞ്ഞു വെച്ചിരിക്കുന്ന MV വാലന്റ് റോർ എന്ന കപ്പൽ അത് പിടിച്ചെടുത്തു എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ അകത്ത് 16 ഇന്ത്യൻ നാവികരാണുള്ളത്. അവർക്ക് എന്ത് സംഭവിച്ചോ നമ്മൾ ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മളുടെ മലയാള മാധ്യമങ്ങളൊന്നും ഇത് അധികം റിപ്പോർട്ട് ചെയ്തേ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ വളരെ പക്വതയോടെയാണ് ഇടപെടുന്നത്. ഇതിനെ ഒരു കോൺസുലർ ഇഷ്യൂ ആയിട്ടാണ് ഇന്ത്യ കാണുന്നത്. 1963 വിയന്ന കൺവെൻഷൻ അനുസരിച്ച് മറ്റൊരു രാജ്യത്തെ പൗരനെ തടഞ്ഞു വയ്ക്കുമ്പോൾ ആ രാജ്യത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അവരെ കാണാനുള്ള അനുമതി നൽകേണ്ടത് അന്താരാഷ്ട്ര നിയമമാണ്. ഇതിനെയാണ് കോൺസുലർ ആക്സസ് എന്ന് വിളിക്കുന്നത്. ഫെബ്രുവരി 5 വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നൽകിയ വിവരങ്ങൾ പ്രകാരം ചില നിർണായകമായിട്ടുള്ള പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് ആ ഒരു കോൺസുലർ ആക്സസ് ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ ഉദ്യോഗസ്ഥർക്ക് നാവികരെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. 16 നാവികരിൽ 8 പേരെ ഇറാൻ ഇതിനോടകം തന്നെ മോചിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 8 പേർക്കായിട്ട് നയതന്ത്ര ചർച്ചകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നാവികരുടെ കുടുംബങ്ങളൊക്കെ കഴിഞ്ഞ 2 മാസമായിട്ട് വലിയ ആശങ്കയിലാണ് കഴിയുന്നത്. ഇപ്പോഴും 8 പേരുടെ കുടുംബങ്ങൾ അത്രത്തോളം തീരുന്നാണ് ജീവിക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇവരെ നേരെ ജയിലിലേക്കൊന്നും അല്ല കൊണ്ടുപോയിടുന്നത്, മറിച്ച് ഇവർക്ക് കടലിൽ കപ്പലിൽ തന്നെ കഴിയണം. അത് ഇറാൻ്റെ അതിർത്തിയാണ്, വേറെ കപ്പലുകളൊന്നും എന്തായാലും വരില്ല. അപ്പോൾ ഈ കടലിൽ തന്നെ ഇവർക്ക് കഴിയണം. അതിൽ നിന്ന് പുറത്തോട്ട് രക്ഷപ്പെടാനോ വേറെ കപ്പലിലേക്ക് കയറിപ്പോകാനോ ഒന്നും സാധിക്കില്ല. ഇതിനിടയിൽ ആ കപ്പലിൽ ഭക്ഷണവും വെള്ളവും ഒക്കെ തീരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇറാനിയൻ
നേവിയുടെ സഹായത്തോടെ അടിയന്തരമായിട്ട് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ നമ്മുടെ ഇന്ത്യൻ എംബസിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. എങ്കിലും ഈ കേസ് ഇറാനിയൻ ജുഡീഷ്യൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തു, നിയമപരമായിട്ടുള്ള രീതി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെച്ച് ഏതെങ്കിലും വിദേശി എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താലും നമ്മൾ ഉടനെ വിട്ടയക്കുകയോ ഇല്ല, കൃത്യമായിട്ട് നിയമ നടപടികളുണ്ടാകും, ഇവിടുത്തെ ജയിലിൽ കിടക്കേണ്ടി വരുമല്ലേ. അതുപോലെ തന്നെ ആ ഒരു കപ്പലും അവിടുത്തെ നാവികരെയും ഒക്കെ നിയമപരമായിട്ടുള്ള ഈ ജുഡീഷ്യൽ കസ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് തടവിലാക്കിയിരിക്കുന്നത്. ഇത് നയതന്ത്രപരമായിട്ട് നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ചോദ്യം എന്തെന്നാൽ ലോകം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണപ്പാതയാണ്. ലോകത്തിലെ ആകെ എണ്ണ ഉപഭോഗമുണ്ടല്ലോ അതിൻ്റെ 20% കടന്നു പോകുന്നത് ഈ ചെറിയ വഴിയിലൂടെയാണ്. ഫെബ്രുവരി 17 സൈനികാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഇറാൻ ഈ പാത താൽക്കാലികമായിട്ട് അടച്ചത് ആഗോള വിപണിയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുകയാണ്. ഹോർമൂസ് അടക്കി എന്നാൽ ലോകത്തിന്റെ പകുതി എണ്ണ വിതരണം തടസ്സപ്പെടുക എന്നാണ് അർത്ഥം. നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമ്മർദ്ദ തന്ത്രം അഥവാ ഒരു കൊയർസീവ് ഡിപ്ലോമസിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യാം. ഒന്നാമത്തത് US നിലപാട് നോക്കുകയാണെങ്കിൽ തങ്ങളുടെ, അതായത് US-ന്റെ വിമാനവാഹിനി കപ്പലുകളായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇറാൻ തീരത്ത് നിന്ന് അകലം പാലിക്കാൻ തങ്ങളുടെ കപ്പലുകൾക്ക് US കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇനി ഇറാന്റെ നിലപാട് നോക്കുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ സൈനികാഭ്യാസം നടത്തിക്കൊണ്ട് തങ്ങളുടെ ശക്തി തെളിയിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റം ഉണ്ടായാൽ ഈ പാത അടയ്ക്കുമെന്നുള്ള സൂചനയാണ് അവർ നൽകുന്നത്. എന്നാൽ ഒരു പൂർണ്ണ രൂപത്തിലേക്കുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യത കുറവാണെന്നാണ് പല വിദഗ്ധരും വിശ്വസിക്കുന്നത്. കാരണം ഒരു യുദ്ധമുണ്ടായാൽ അത് ലോക സാമ്പത്തിക രംഗത്തെ മൊത്തത്തിൽ അങ്ങോട്ട് തകർക്കുമല്ലേ. അതായത് എല്ലാ സ്റ്റോക്കുകളും അതും ഇടിഞ്ഞ് മൊത്തം നാശമാകും സാമ്പത്തിക രംഗം എന്നുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ പല രഹസ്യ ചാനലുകൾ വഴിയും ഒക്കെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട്. മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ കണക്കുകൂട്ടൽ, അതായത് ഒരു മിസ്കാൽക്കുലേഷൻ സംഭവിച്ചാൽ അത് വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ്. നമ്മൾ ഓരോ മലയാളിയും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഈ സംഘർഷങ്ങളെയൊന്നും വെറും വാർത്തകളായിട്ടല്ല നമ്മൾ കാണേണ്ടത്, മറിച്ച് നമ്മളുടെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് ഓരോ മലയാളിയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഒന്നാമത്തത് എണ്ണവിലയുടെ വർധനമാണല്ലേ. എണ്ണവിലയാണ് നമ്മളുടെ പെട്രോൾ, ഡീസൽ, ബാക്കി ഒരുപാട് പെട്രോളിയം പ്രോഡക്റ്റിൻ്റെയൊക്കെ വില തീരുമാനിക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിൽ ചെറിയൊരു തടസ്സം ഉണ്ടായാൽ പോലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചു വരും. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഭൂരിഭാഗവും വരുന്നത് ഈ വഴിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ വില കുതിച്ചു വരികയും അത്രയും ലെവലിലേക്ക് വർദ്ധിക്കുകയും അത് പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുകയും അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുണ്ടല്ലോ അതിൻ്റെ ഉൾപ്പെടെയുള്ള വിലക്കയറ്റം ഉണ്ടാകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ആ ഒരു കടലിൽ എന്തോ ചെറിയ പ്രശ്നമല്ലേ, നമ്മൾ ഈ കടയിൽ പോയി മേടിക്കുന്ന നിത്യോപയോഗ സാധനമുണ്ടല്ലോ അതിൻ്റെ വില വരെ കൂടാൻ പോവുകയാണ് ഈ സംഭവങ്ങൾ കൊണ്ട്. രണ്ടാമത്തത് വാർ റിസ്ക് പ്രീമിയമാണ്, അഥവാ ആ ഒരു കപ്പലുകളുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് റിസ്ക് ആണ്. അതായത് യുദ്ധസാധ്യതയുള്ള മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടല്ലോ ഇവ കുത്തനെ കൂടും. കപ്പൽ കമ്പനികൾ ഈ അധിക തുക ചരക്ക് കൂലിയിലായിരിക്കും കൂട്ടാൻ പോകുന്നത്. ഇത് ഗൾഫിൽ നിന്നുള്ള സാധനങ്ങളുടെ വില കൂടാൻ കാരണമാകും. അതായത് കപ്പലിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം കൂട്ടിയത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്നല്ലേ. നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പല പ്രോഡക്റ്റുകളും ഉണ്ടല്ലോ കപ്പൽ മുഖാന്തരം വരുന്നത്, അതിൻ്റെയൊക്കെ വില കൂടും. ഇതാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അഥവാ ജിയോ പൊളിറ്റിക്സ്. അടുത്തത് പ്രവാസികളുടെ സുരക്ഷയാണ്. നമുക്കറിയാം ഗൾഫ് മേഖലകളിൽ ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നീക്കം ഉണ്ടായാൽ അത് അവരുടെ സുരക്ഷയാണ് ബാധിക്കാൻ പോകുന്നത്. പ്രവാസി നാടുകളിൽ നിന്നുള്ള പണം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് തന്നെയാണല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു അസ്ഥിരത പോലും കേരളത്തിന് വലിയൊരു ആഘാതം ഉണ്ടാക്കും. അടുത്തത് ഏറ്റവും പ്രധാനമായിട്ടും ബാങ്കിങ് തടസ്സങ്ങളാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുന്ന കപ്പലുകളുമായിട്ടോ സ്ഥാപനങ്ങളുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ ബാങ്കുകൾ വലിയ ജാഗ്രതയാണ് പാലിക്കാൻ പോകുന്നത്. ഇത് നമ്മളുടെ കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി ബിസിനസ്സുകളെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. നമുക്ക് അമേരിക്കയുമായിട്ടും ഇറാനുമായിട്ടും ശക്തമായിട്ടുള്ള നല്ല നല്ല ബന്ധങ്ങളാണുള്ളത്. ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു ബാലൻസിങ് ആക്ടിനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത്. ഒരു ഭാഗത്ത് നമ്മുടെ നാവികരെ ഇറാനിൽ നിന്ന് സുരക്ഷിതമായിട്ട് മോചിപ്പിക്കണം. അതിനായിട്ട് ഇറാനുമായിട്ടുള്ള നമ്മളുടെ ചരിത്രപരമായിട്ടുള്ള സൗഹൃദമൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. മറുഭാഗത്ത് കള്ളക്കടത്തും ഉപരോധങ്ങൾ ലംഘിക്കുന്ന ഇടപാടുകളും നമ്മളുടെ സമുദ്രാതിർത്തിയിൽ നമ്മൾ സമ്മതിക്കത്തില്ല അല്ലേ. അപ്പോൾ ഈ കള്ളക്കടത്ത് കപ്പലുകളൊക്കെ പിടിച്ചെടുക്കുന്നത് വഴി അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷയിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയാണ് വർദ്ധിക്കുന്നത്. അതായത് കപ്പലുകൾക്ക് സേഫായിട്ട് ഇവിടെ കൂടെ പോകാം, നമ്മളുടെ പരിധിയിൽ നമ്മൾ ഒരു ക്രൈമും സമ്മതിക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ധീരമായിട്ടുള്ള നടപടി കൂടിയാണിത്. ഇവിടെ ഒരുപാട് പേര് പറയുന്നത് പോലെ ഇന്ത്യ അമേരിക്കയുടെ യുദ്ധത്തിൽ, അതായത് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ പങ്കുചേരുക
തരികയാണ്, അങ്ങനെയൊന്നും അല്ല. അത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യ തങ്ങളുടെ സമുദ്ര നിയമങ്ങൾ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. അതിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഇറാനിയൻ പൗരന്മാർ വന്ന് കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് നിയമ നടപടി സ്വീകരിക്കില്ലേ? അത് അമേരിക്കയുമായിട്ട് ചേർന്നാണോ? അല്ല. നിയമവിരുദ്ധ പ്രവർത്തനം ആര് കാണിച്ചാലും, ഈവൻ നാളെ അമേരിക്കക്കാരൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം കാണിച്ചാലും നമ്മൾ നിയമ നടപടി കൈക്കൊള്ളില്ലേ? അമേരിക്കൻ കപ്പൽ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ചെയ്യത്തില്ല. അത്രേ ഉള്ളൂ. നമ്മളുടെ സമുദ്രാതിർത്തിയിൽ നടക്കുന്ന ക്രൈമുകൾ അതിനെതിരെ നമ്മൾ തടയുന്നു, സുരക്ഷ ഉറപ്പാക്കുന്നു. മറ്റ് ഒരുപാട് കപ്പലുകൾ പോകേണ്ട വഴിയാണ്, അവിടെ ഇതുപോലത്തെ ക്രൈംസ് ഒന്നും അനുവദിച്ചുകൂടാ. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തം കാര്യം നമ്മളൊന്ന് ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ മുംബൈ തീരത്തെ കപ്പൽ പിടിച്ചെടുക്കലും ഇറാനിലെ ഇന്ത്യൻ നാവികരുടെ പ്രശ്നവും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള അല്ലെങ്കിൽ തലത്തിലുള്ള കാര്യങ്ങളാണ്. ഇന്ത്യ തങ്ങളുടെ സമുദ്രപരിധിയിലെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. അതേസമയം തന്നെ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇറാനുമായിട്ട് നയതന്ത്ര ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ നയതന്ത്രപരമായിട്ട് തന്നെ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാമല്ലേ. കാരണം ഒരു വലിയ യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യുദ്ധം ഇന്നത്തെ കാലത്ത് ലോകത്തെവിടെ വലിയൊരു യുദ്ധം പുറപ്പെട്ടാലും അത് ഇവിടെ ഇരിക്കുന്ന നമ്മൾ മലയാളികളെ അടക്കം ബാധിക്കും. എന്തായാലും നിലവിൽ ലോകം ഒരു യുദ്ധത്തിലേക്കല്ല, മറിച്ച് കടുത്ത സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെയുള്ള ഒരു പരിഹാരത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കരുതാമല്ലേ. എങ്കിലും സമുദ്രത്തിലെ ഈ ചതുരംഗ കളി, അതിലെ ഓരോ നീക്കവും വളരെ നിർണായകമാണ്. എന്തായാലും ഈ വിഷയത്തെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മളുടെ ഇന്ത്യ ചെയ്തത് ശരിയാണ്? അതായത് ഇറാനുമായിട്ട് നല്ല ബന്ധമുണ്ട്, പക്ഷേ ഇറാൻ്റെ ഒരു കപ്പൽ നിയമവിരുദ്ധ പ്രവർത്തനം കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പിടിച്ചെടുക്കണ്ടേ? നമ്മൾ ഇറാനെന്നോ അമേരിക്കയെന്നോ ഇസ്രായേലെന്നൊന്നും ഇല്ല, നമ്മളുടെ പരിധിയിൽ വന്നിട്ട് ക്രൈം ചെയ്തുകൊണ്ടല്ലേ നമ്മൾ പിടിച്ചെടുത്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാവികരെ പിടിച്ചു വയ്ക്കാനും അവർക്ക് ഇതുപോലെ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. അത് കൃത്യമായിട്ടുള്ള പ്രോസിക്യൂഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്ത് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വുൾഫ് ആപ്പിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനോടകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉള്ള ആപ്പ് വഴി ഒരുപാട് ആളുകൾ തങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. മാർക്കറ്റ് വുൾഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ വാടപ്പള്ളി സൈനിങ് ഔട്ട്.